എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ മാതാവ് പോകാനുള്ള സമയമായി വരുന്നുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് യൂണിറ്റ് മീറ്റിംഗ് ആണ്. അപ്പം ഞാൻ പതിപോലെ 5 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം 5:30 ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ സുബഹി നമസ്കാരമാണ് കേട്ടത്. നമുക്കിവിടെ നിന്ന് ക്ലിയർ ആയിട്ടത് കേൾക്കാം. അപ്പം ഞാൻ നേരത്തെ വന്ന് എഴുന്നേറ്റിട്ട് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, തുണികൾ വാഷ് ചെയ്യാനും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രഭാത കൃത്യങ്ങൾ, പിന്നെ പ്രാർത്ഥന, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം നമ്മൾ ഡോർ തുറന്നത്. അപ്പോൾ ഏകദേശം 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ വീട്ടിൽ പണി രണ്ടാമത് തുടങ്ങുന്നു. കാരണം ക്രിസ്മസും ജനുവരിയൊക്കെ ആയിട്ട് അവിടെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ല. പകുതിയല്ല 3/4 ഭാഗം പണി തീർത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പണിക്ക് അവർ വരണ ദിവസമാണ്. അപ്പോൾ പപ്പ രാവിലെ ഓടിപ്പോണേണ് സാധനങ്ങൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർ 8 മണിക്ക് വരുമെന്ന് പറയണം. അപ്പോൾ അതിന് മുൻപ് തന്നെ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഓർഡർ കൊടുത്താൽ മതി, ആ കടക്കാർ കൊണ്ടുപോയിട്ട് കൊടുത്തേക്കും. അതിന് വേണ്ട സിമെൻറ്റ്, ചരൽ, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ തിരക്കിട്ട് പോകണല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്നിട്ടൊന്ന് ഗേറ്റ് നടക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ പുറകെ ഓടി വന്നിട്ട് റൂബി ആ വഴി കൂടി നടന്ന ഒരു ചേച്ചീനെ അടുത്തേക്ക് ഓടിപ്പോകാൻ വേണ്ടി ആ ചേച്ചി പേടിച്ചവിടെ നിന്ന്. ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവളുടെ ആ ഒരു ഇതിൽ കുത്തിപ്പിടിക്കേണ്ടി വന്നു. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ചീത്ത നമ്മൾ കേൾക്കും. കാരണം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ഇവൾ കടിക്കുകയൊന്നുമില്ല. പക്ഷെ അവർ പേടിച്ചു പോകും. പെട്ടെന്നൊരു ഡോഗ് അടുത്തേക്ക് ഓടി വരുമ്പോഴത്തേക്ക് ആരായാലും പേടിക്കും. അത് പ്രായമുള്ളൊരു സ്ത്രീയാണ്. അവർ എല്ലാ ദിവസവും ഇതിൽ കൂടി നടക്കുന്ന എപ്പോഴും കാണാറുണ്ട്. അപ്പം നമുക്ക് പരിചയമുണ്ട്, കാണുമ്പോൾ മിണ്ടിയിട്ടൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വഴക്ക് പറയും, ഡോഗിനെ സൂക്ഷിക്കേണ്ടിയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളുടെ ആ ഒരു ഭാഗത്ത് കുത്തിപ്പിടിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ പിടിച്ചത്. കാരണം അവൾക്ക് ബെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിടിക്കാനൊരു സ്ഥലമില്ലാതെ പോയി. പക്ഷേ ഇതുകൊണ്ടാണ് ഗേറ്റ് തുറക്കാനും പൂട്ടാനും ഞാൻ പോകാത്തത്. ഞാൻ പോയാൽ ഇവൾ പുറകെ ഓടും. എല്ലാവരും തന്നെ ഗേറ്റ് തുറന്ന് പൂട്ടി. പപ്പയൊക്കെ എപ്പോഴും ഗേറ്റ് തുറന്നും പൂട്ടിയൊക്കെ പോകുന്നത് നിങ്ങളെ കാണുമ്പോൾ നേരത്തേക്ക് എനിക്ക് കമൻസ് വരുമായിരുന്നു, എന്താണ് ഗേറ്റ് തുറന്നു കൊടുക്കാത്ത. ഇതാണ് സംഭവം. ഞാൻ ചെന്നാൽ ഇവൾ പുറകെ ഓടി വരും. വേറെ ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ചെന്ന് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് കുഴപ്പം. ശരിക്കും പേടിച്ചു പോയി ഞാൻ. ഭയങ്കരമായിട്ട് എനിക്ക് ദേഷ്യവും വന്ന്, ഇവളെന്താ ഇങ്ങനെയെന്നുള്ളത്. അവൾക്ക് അനുസരണയൊന്നുമില്ല. അവൾക്ക് അനുസരണ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. കാരണം അവൾ ഫുഡ് കഴിക്കാത്ത ആളായതുകൊണ്ട്. ഫുഡ് കഴിക്കുന്നവർക്ക് ഇങ്ങനെ ട്രീറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് അനുസരണ പഠിപ്പിക്കാം. ട്രീറ്റിന് വേണ്ടിയിട്ട് അവർ അനുസരിക്കും. പക്ഷേ ഇവൾക്ക് ഫുഡേ വേണ്ട, ഒരു ട്രീറ്റും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡോഗിനെ നമുക്ക് അനുസരണ പഠിപ്പിക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇതിപ്പോൾ കണ്ട കാഴ്ച കാണേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവളെ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. ഇവൾക്ക് കടിക്കാനോ ഒന്നും അറിയത്തില്ല, പക്ഷേ എങ്കിലും ആളുകൾ പേടിക്കും. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ കണ്ടില്ലേ. അങ്ങനെ പപ്പയൊക്കെ പോയിട്ടൊക്കെ വന്ന് കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്ത് പണിക്കാരെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടപ്പോഴത്തേക്ക് അതിനകത്ത് ഉറുമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് മൈദപ്പൊടിയും കടലപ്പൊടിയും കൂടി, ഇപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി എടുക്കണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി ചേർത്തിട്ട്, കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ വറുക്കുന്നതാണെങ്കിൽ ഈ പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇവിടെ റയന് സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഇഷ്ടം. കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി കിട്ടും. അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കുള്ളൂ. നമ്മൾ ഈ അരിപ്പൊടിയാണ് കടലപ്പൊടിക്ക് പകരം ചേർക്കണമെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കുള്ളൂ. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു പഴംപൊരി ചൂടോടുകൂടി കഴിക്കുമ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടും പിന്നെ തണുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് പഴംപൊരിയിൽ കടലപ്പൊടി ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പഴംപൊരി എനിക്കിഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട്, എങ്കിലും എനിക്ക് അത്ര ഇഷ്ടമല്ല. ചിലർ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടാകും, അതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. അത് സ്ലൈസ് ചെയ്യുമ്പോൾ ഒരേ കണക്കിന് നമുക്ക് കിട്ടുകയും ചെയ്യും.
ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ എപ്പോഴും കാണിക്കണതാണ്. പപ്പ അവിടെ വന്നിരിക്കണുണ്ട് കേട്ടോ. പപ്പ പോയ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണേണ്, അവിടെ പണിക്കാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് പഴംപൊരി കഴിച്ചോ, അപ്പോൾ ഒരെണ്ണം എടുക്കാൻ പറയാം. അപ്പം ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കഴിച്ചോ, അടുത്തത് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ആവശ്യക്കാർക്ക് കഴിക്കാം. റയൻ കഴിക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ തലേദിവസത്തെ ചപ്പാത്തിയും കടലക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ അരിയും വേഗം തന്നെ ഇട്ടിട്ട് ഇനി അടുത്ത ഒരു പണിക്കാണ് ഞാൻ ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ ചോറും കറിയും, ചോറ് മാത്രം വെച്ചാൽ മതി, കറികളുണ്ട്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അല്ലാതെ ഇനിയിപ്പോൾ ഞാൻ കറികൾ വേറെ വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ജോലി അവിടെ കിടക്കും, ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു പാത്രം വെച്ചിരിക്കുന്ന ഷെൽഫ് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. ഇത്തിരി വലിയൊരു ടാസ്ക് തന്നെയാണ്, നല്ല വലിപ്പമുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഞാൻ റയനും കൂടി ചെയ്യാൻ പോണത്. എന്താണ് പിന്നെ തത്തുമോ എന്തിനപ്പാ ആൻ്റനമ്മേ കൊച്ചു കരയുന്നുണ്ട്. എന്താണ് പൊന്മേ അത് കടിക്കാന്ന് വിചാരിച്ച് നോക്കിയതായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇരുമ്പിന്റെ ഒരു സാധനമല്ലേ. തത്തുമോ എന്താണപ്പാ ഇവിടെ ചോദിക്കട്ടെ കുഞ്ഞോ എന്താണമ്മ എന്താണപ്പാ എന്താണ് കുഞ്ഞെന്താണ് കൊരക്കണത്? എന്താണ് കുഞ്ഞ്? അങ്ങനെ ഞങ്ങൾ ഇനി ബാക്കിൽ തന്നെ ആയിരിക്കുള്ളൂ, ഫ്രണ്ടിലോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ പപ്പ പോയപ്പോൾ ഫ്രണ്ട് ഡോറെല്ലാം പൂട്ടി ഗേറ്റിന് ലോക്ക് ചെയ്തിട്ടാണ് പപ്പ പോയേക്കണത്. ഇനി കുറച്ച് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പപ്പ വരുള്ളൂ. ആ പണിയുടെ അവിടെ പോയി നോക്കിയൊക്കെ എല്ലാം ചെയ്യിച്ചിട്ടൊക്കെ വരുള്ളൂ. അങ്ങനെ ഞങ്ങളങ്ങോട്ട് വന്ന് അവിടെ ജോലി തുടങ്ങിയപ്പോൾ റൂബിയുടെ കളികളും റൂബിയുടെ ഓട്ടവും ചാട്ടവും ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ അവളെയും സന്തോഷിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ജോലിക്കിറങ്ങിയത്. അപ്പോൾ ഈ സ്റ്റീൽ പാത്രങ്ങൾ, ഇരുമ്പിൻ്റെ പാത്രങ്ങൾ കുറത്തിക്കൊണ്ടായിരുന്നെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതെല്ലാം കൊടുത്തത് വളരെ നന്നായി. അത് വെച്ചിരുന്നെങ്കിൽ ഇതിനേലും വലിയ പണിയായി തന്നെ. ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾ തന്നെ ഒത്തിരി ഉണ്ട്, എല്ലാത്തിനും നല്ല വെയിറ്റുമാണ്. ഓരോന്ന് എടുത്ത് മാറ്റി ഇനി ഇതിൻ്റെ ഈ വേണ്ടാത്ത സാധനങ്ങൾ എല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ മുറ്റത്ത് കുറേ സാധനങ്ങൾ കൂടി കിടപ്പുണ്ട്, എന്ത് കിട്ടിയാലും അവിടെ കൊണ്ടുവന്ന് ഇടുമല്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പിന്നെ ആ രണ്ട് സൈഡിലായിട്ട് ഗാർബേജിന് കൊടുക്കാനായിട്ട് ഒരുപാട് വേസ്റ്റാണ് കൂട്ടി വെച്ചേക്കണത്. കുഷ്യനുകളുണ്ട്, ഇതുവരെ ഇടാത്ത ചെരുപ്പുകൾ, പുതിയ ചെരുപ്പുകൾ, ഇതുവരെ ഞാൻ ഇടാത്ത ചെരുപ്പുകൾ വരും കളയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ റയനാണ്, ഇടണില്ലെങ്കിൽ കളഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ എന്താണ് ഷൂസുകൾ, ബാഗ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇത് അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അയാൾക്ക് കുറച്ചധികം സാധനം ഉള്ളതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ജോലി സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് എടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അന്ന് ഞാനത് തിരഞ്ഞെടുത്ത് ഒക്കെ വേണ്ടത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി കളയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കണേണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. കാരണം ഇനി നമ്മൾക്ക് പെയിൻറ്റിങ് എല്ലാം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആ സമയത്ത് മാറ്റാനെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡീക്ലട്ടർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ക്ലീൻ ചെയ്ത് പെയിൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ പപ്പ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പെയിൻറ്റ് എവിടെ ഇരിക്കുന്ന ഏത് പെയിൻറ്റാണെന്നൊന്നും യാതൊരു പിടുത്തവും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗ്രേ കളറിലെ പെയിൻറ്റ് കിട്ടി. അപ്പോൾ ഏതായാലും റയൻ പറഞ്ഞ് ഗ്രേ കളറിലെ പെയിൻറ്റ് പൊട്ടിച്ചിട്ട് പോലും ഇല്ല, പുതിയ ടിന്നാണ്. അപ്പോൾ നമുക്ക് അത് വെച്ച് അടിച്ച് തുടങ്ങാം മമ്മി എന്ന് പറയും. അങ്ങനെ അത് പക്ഷേ റയൻ നോക്കുമ്പോഴത്തേക്കും അതിൽ എഴുതിയിരിക്കുന്നത് ഫൈനൽ
കോട്ട് എന്തോ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പുറത്ത് പരട്ടുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അത് എങ്കിൽ അത് വെച്ച് താങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടിയിട്ട് അതൊക്കെ എടുത്ത് വെച്ച്, അതൊരു ഗ്രേ കളറായതുകൊണ്ട് തന്നെ എത്ര അടിച്ചിട്ടും ഒരു രക്ഷയില്ല. അതേൽ ഒരു കളറും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എവിടെയാണ് അടിച്ചത് എവിടെയാണ് അടിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ സോപ്പ് വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ഇത് കംപ്ലീറ്റ് പൊടി തുടച്ചെടുക്കണേണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ റയൻ്റെ പെയിൻ്റ് എല്ലാം എടുത്ത് നമുക്ക് അടിക്കാൻ പരുവത്തിലൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്തൊക്കെ അവിടെ അലക്സ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അലക്സയുടെ തൊണ്ട പൊട്ടിയ ദിവസമായിരുന്നു, അത്രയും പാട്ട് പാടിച്ചതിനെ കൊണ്ട്. രാവിലെ തന്നെ നമ്മൾ നിന്നതാണല്ലോ, രാവിലെ നിന്നിട്ട് 2:30 മണി വരെയാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തത്. 2:30ക്ക് കംപ്ലീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ ഉണങ്ങി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് സാധനങ്ങൾ തിരിച്ച് കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ സാധനങ്ങൾ തിരിച്ച് കയറ്റുമ്പോഴാണ് വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ല, ഈ പെയിൻ്റ് ഏത് എടുക്കണമെന്നൊക്കെ യാതൊരു പിടുത്തമില്ല. എങ്കിലും കൈ കിട്ടിയതൊക്കെ വെച്ചങ്ങ് അടിച്ച്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഗ്രേ പെയിൻറ്റ് താഴെ ഭാഗത്തേക്ക് എത്തിയില്ല. അപ്പോൾ റയം പറഞ്ഞ് മമ്മി ഇത് വേറെ മേടിക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് പപ്പട ശേഖരത്തിലുണ്ടാവും, അതൊന്ന് നോക്ക് നീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുകളിൽ കയറിയിട്ട് ഈ ഇത് ബർത്തിൽ കുറച്ചധികം സാധനങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് പെയിൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ആദ്യം കിട്ടിച്ചെങ്കിൽ ഈ ബ്ലാക്ക് പെയിൻറ്റ് ഇതിൽ അടിക്കുള്ളായിരുന്നു. അപ്പോൾ പപ്പ ഇല്ലാത്തതാണ് ഈ പറ്റിപ്പോയത്. അങ്ങനെ ഇത് കണ്ട് ഇത് എത്ര അടിച്ചാലും നമുക്ക് ഒരു കളറും കാണൂല. പക്ഷേ നല്ല രീതിയിൽ ഇത് 2-3 കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. കാരണം ബ്ലാക്ക് എടുത്തിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കാണത്തക്ക രീതിയിലായി. അപ്പോഴാണ് റയം പറഞ്ഞ മമ്മി നമ്മൾ നല്ല രീതിക്ക് ഇത് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പെയിൻറ്റ് തീർന്നു പോയത്. മീതെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണാത്തതുകൊണ്ട്. അങ്ങനെ ഒരു 2-3 ഷെൽഫ് പെയിൻറ്റ് ചെയ്യേണ്ട ടൈം നമ്മൾ ഒരു ഷെൽഫ് പെയിൻറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വേണം പറയാൻ. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മീതൊക്കെ മീതെ 2-3 കോട്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾക്കിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് കിട്ടിയത് സ്ഥിതിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ബ്ലാക്ക് പെയിൻറ്റ് ഞങ്ങൾ ഏറ്റവും അവസാനം അടിച്ച്. അങ്ങനെ എല്ലാം നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഉള്ളിൽ ഈ ഏറ്റവും പുറത്തിടേണ്ട കോട്ട് ഉള്ളിലായെന്ന് മാത്രം, കുഴപ്പമില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളുടെ പെയിൻറ്റിങ് പണി. അപ്പം നമ്മൾ പെയിൻറ്റിങ് പണിയൊക്കെ എല്ലാം പണ്ട് മുതലേ എല്ലാം ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പുതുമയൊന്നുമില്ല, എപ്പോഴും പെയിൻറ്റ് പണി നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് പറ്റാത്ത രീതിയിലുള്ള പെയിൻറ്റ് പണിയാണ് ആളുകളെ നിർത്തി ചെയ്യിക്കുക. അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണല്ലോ പെയിൻറ്റ് അടിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചോദ്യം. അപ്പം അങ്ങനെ നമ്മൾ പെയിൻറ്റ് പണിയെല്ലാം ചെയ്തു. എൻ്റെ വീട്ടിലൊരിക്കലും ഇങ്ങനെയുള്ള ഒരു പെയിൻറ്റ് പണി ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യൂല. എന്ത് കുഞ്ഞു പണിയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ആളെ വിളിച്ചിട്ട് അയക്കുക. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ്, പപ്പയുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ പെയിൻറ്റ് പണി എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്യണതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. എനിക്കാണെങ്കിൽ പെയിൻറ്റ് പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കണ്ടു നിൽക്കുമ്പോൾ ഇഷ്ടമാണ്, ചെയ്തിട്ടില്ലെന്നേല. അപ്പോൾ ചെയ്യാനൊരവസരം കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അത് ഇൻട്രസ്റ്റഡ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ഞാൻ ഇന്ന് വരെയും തുടർന്ന് പോകുന്നുണ്ട്. കിട്ടുന്ന സമയത്ത് പെയിൻറ്റ് പണി, നമ്മളുടെ ഗേറ്റൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ മിക്കവാറും ഞാനും കുട്ടികളും കൂടി ആയിരിക്കുള്ളൂ, എപ്പോഴും അതെ. പിന്നെ ഇത്തവണ പണിക്കാരെ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യിച്ചായിരുന്നു. കാരണം നമ്മൾ മൊത്തത്തിൽ ചെയ്തത് ഇങ്ങനെ വീടിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് ആ ഗേറ്റിൻ്റെ പെയിൻറ്റിങ്ങും അവർ തന്നെ അങ്ങോട്ട് ചെയ്തു. ഗേറ്റിന് പെയിൻ്റ് അടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ഇതില്ല. ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ നമ്മളുടെ മേത്ത് തെറിക്കും. കാരണം ആ ഗ്രിൽസിലടിക്കുമ്പോൾ എന്തായാലും തെറിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ മേത്ത്. നമ്മുടെ റൂബി കുഞ്ഞ് അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പെരക്കകം തുടച്ചിട്ട് ആ മോപ്പ് അവിടെ കൊണ്ടുവന്ന് വെച്ചാലുണ്ട്. ആ ഭയങ്കര പൊടിയാണ്. പെരക്കകം തുടച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊന്നും മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പം എടുത്ത് മാറ്റി അങ്ങോട്ട്. അത് കഴിഞ്ഞപ്പോൾ 2:30 മണിയായി. ഇപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അകത്തേക്ക് കയറുന്നത്. പപ്പ വന്നിട്ടില്ല. പപ്പ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ വന്ന് പണിസ്ഥലത്ത് നിന്ന് വന്നിട്ട് ബാങ്കിൽ പോകേണ്ട കാര്യമുള്ളതുകൊണ്ട് ബാങ്കിലേക്ക് പോയേക്കണേണ്. അത് കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് പപ്പ മൊത്തത്തിൽ തിരക്കാണ്. അപ്പം ഞങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിന്നറിട്ട് കൈ ഒന്ന് ക്ലീൻ ചെയ്താണ്. തിന്നർ ശരീരത്തിന് നല്ലതല്ല, അത് ക്യാൻസറസ് എന്ന് പറയുമെങ്കിലും നമ്മൾ തിന്നർ ഉപയോഗിച്ചേ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ക്ലീൻ ചെയ്തെങ്കിലും ഒരുപാട് കയ്യിൽ ആകെ അഴുക്കായിട്ടിരിക്കണേണ്. പിന്നെയാണെങ്കിൽ എൻ്റെ നെയിൽ പോളിഷും അതിനോടൊപ്പം തന്നെ പോയി. തിന്നറിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് പോകുമല്ലോ, അപ്പോൾ നെയിൽ പോളിഷൊക്കെ അതിനോടൊപ്പം പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റയനും ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പപ്പ ബാങ്കിൽ നിന്ന് വന്ന് പപ്പയും
പപ്പ കുറച്ച് ലേറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പപ്പ കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ അതായത് ഒരു 3-3:30 മണിയായപ്പോഴത്തേക്ക് ഇപ്പോൾ അതേ വെയിൽ വീഴുന്നുണ്ട്, നമ്മൾ പടിഞ്ഞാറൻ വെയിലാണ് ഈ വീഴുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് ഇത് ഉണങ്ങിയിട്ടുണ്ടാകും, സാധനങ്ങളൊക്കെ തിരിച്ച് കയറ്റാമെന്നും പറഞ്ഞ് ഞാൻ റയനും കൂടി വന്ന്, അപ്പം ഞാനിവിടെ ഒന്ന് അടിവശത്ത് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇതങ്ങോട്ട് നീക്കാമല്ലാന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ക്ലീൻ ചെയ്യണേ. അപ്പോൾ റയൻ പറഞ്ഞ് മമ്മി, അപ്പോൾ ഞാനിത് തൊട്ട് നോക്കിയപ്പോഴത്തേക്കും അത് ഒട്ടും തന്നെ ഉണങ്ങിയിട്ടില്ല, ഇത്ര നേരമായിട്ട് അത് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ റയൻ പറഞ്ഞ് അന്നേ പിന്നെ ഇന്ന് ഇതെടുത്ത് വെക്കണ്ട, കാരണം ഇനിയിപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആകും, പിന്നെ ഭയങ്കര കൊതുക് ശല്യം ഉണ്ടാകും, അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റൂല, ഇരുട്ടുമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാം, അതായിരിക്കുള്ളൂ നല്ലത്, അത്ര നേരം അതവിടെ ഇരുന്നിട്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ ഏതായാലും ഞങ്ങൾ ചെയ്യാതെ അകത്തേക്ക് കയറി. അപ്പോൾ ദേ പപ്പ രണ്ടാമത് ബാങ്കിൽ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പപ്പ അമ്മയുടെ അടുത്തേക്ക് പോകണേണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യമായിട്ട് അമ്മയുടെ അടുത്ത് പോകണം. അപ്പോൾ അങ്ങനെ അമ്മയുടെ കാര്യത്തിനുള്ള ബാങ്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അമ്മയുടെ അടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ടൊക്കെ പോകണം. അപ്പോൾ അങ്ങനെ പപ്പ വേഗം തന്നെ പോകണേണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പ പോയതിന് ശേഷം പിന്നെ ഞാൻ ഏതായാലും പുറത്തെ പണി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കെപ്പോഴും സമയം അങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. എപ്പോഴും എല്ലാ സമയവും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. കാരണം നമ്മൾക്കറിയില്ല നാളെ നമ്മളെങ്ങനെയാകുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിക്കും, അയ്യോ നല്ല ഓടി നടന്ന സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലല്ല, നമ്മൾ മടി പിടിച്ചിരുന്നില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു നമ്മളോട് തന്നെ ഒരു മനസാക്ഷി നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കരുത്. അത് എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എന്ത് ഇത് നീതിയില്ലാത്ത കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ഇരിപ്പാകുന്ന ഒരവസ്ഥയുണ്ട്, നമ്മൾ പ്രായമായിട്ട് ഇരിപ്പാകുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ മനസാക്ഷി നമ്മളെ ചോദ്യം ചെയ്യുന്നത്, മനസാക്ഷിയുടെ മുൻപിൽ നമ്മൾ തോറ്റുപോകുന്നതും. അപ്പം അങ്ങനെ നമ്മളുടെ മനസാക്ഷി നമ്മളെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് ആണ് ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം അത് ഞാനെപ്പോഴും പറയില്ലേ, ആരോടും നമ്മൾക്ക് തല്ലുപിടിക്കാം, പറഞ്ഞ് നേടാം, എല്ലാവരെയും അടിച്ചമർത്തി നേടാം, എല്ലാം ചെയ്യാം. പക്ഷേ നമ്മളുടെ മനസാക്ഷിനെ അടിച്ചമർത്താനും അതിനോട് പോരാടാനും നമുക്ക് സാധിക്കില്ല. നമ്മളുടെ മനസാക്ഷിയാണ് നമ്മളെ തോൽപ്പിക്കുന്ന ഏക ഒരു സംഭവം. അല്ലാതെ നമ്മൾക്ക് ആരോടും പോരാടാം, പക്ഷേ നമ്മളുടെ മനസാക്ഷിയുടെ മുൻപിൽ നമ്മൾ തോറ്റുപോകും. അതോടുകൂടി നമ്മളുടെ മനസ്സ് തളർന്ന് നമ്മൾ തകർച്ചയിലേക്ക് പോകും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളുടെ അവസാന സമയത്ത് നമുക്ക് സമാധാനമായിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും വളരെയധികം ശ്രദ്ധാപൂർവം പോകുക എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സ്വർഗം നരകം ഇങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ അനുഭവിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴേക്കും സ്വർഗത്തിൽ ചെല്ലാതെ നരകത്തിലേക്ക് വീണാരെ ചുട്ടുപൊള്ളുന്ന ചൂട് അങ്ങനെയൊക്കെ പറയൂലേ, അത് ഈ ഒരു സംഭവത്തിനെയാണ് പറഞ്ഞത്. നമ്മളുടെ മരണത്തിനോടടുക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ചൂട്, മാനസികാവസ്ഥ, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജീവിക്കുന്ന അവസ്ഥയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, നീതി അല്ല എന്ന് തോന്നിയാൽ അത് ചെയ്യരുത്. ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പം എന്നാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ സമാധാനമായിട്ട് മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ആക്കുന്ന കാര്യം പറഞ്ഞാൽ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്, ഞാൻ പറയാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഞാനേതായാലും ഇന്ന് പുറത്തുള്ള ആ പാത്രങ്ങളൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക്. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് ദിവസമായിട്ട് ചെയ്യാതിട്ടിരിക്കുന്ന ഒരു ജോലിയായിരുന്നു. കാരണം നമ്മുടെ റൂബി കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഈ സെറ്റിമേ കയറിയിട്ടാണ് കുത്തി മറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സെറ്റ് വൃത്തിയാക്കി ഇടാനായിട്ട് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലത്തതോട് കൂടിയിട്ട് മരുന്ന് തീർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ആ മരുന്ന് കൊടുക്കലില്ല. വിരിച്ചങ്ങിട്ടതേ ഉള്ളല്ലോ. ഇതൊന്നും അല്ലമ്പായിട്ട് കിടക്കണമായിരുന്നു. ഇവളിപ്പോൾ ഇനിയിപ്പോൾ മരുന്ന് കൊടുക്കൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി തരുന്നുണ്ടെങ്കിൽ കുത്തി മറിയണല്ലോ കിടന്ന്.
അപ്പോൾ കോക്ക് കുടിക്കണം നല്ലതല്ല എന്ന് എല്ലാവരും പറയുമെങ്കിലും എല്ലാവരും ഒക്കെ കുടിക്കാറുണ്ട്, ഞാനും വല്ലപ്പോഴും കുടിക്കും. അപ്പോൾ അതിലൊന്ന് തട്ടിക്കൊടുത്തിട്ട് വേണം മമ്മി പൊട്ടിക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അത് പതഞ്ഞ് പൊങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ്. എല്ലാവരും ഇങ്ങനെ കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടുകൈ കൊണ്ട് ഇടിക്കൂലേ, അത് ഇതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യിച്ചാട്ടെ. സത്യത്തിൽ എനിക്കതറിയാമോ, അത് വെറുതെ രസത്തിന് കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അത് ഇങ്ങനെയുള്ള പതിഞ്ഞ് പൊങ്ങുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് വേണം പൊട്ടിക്കാനെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഷിപ്പിലൊക്കെ കാണുന്നതൊക്കെ കണ്ടു പഠിക്കണം, നമ്മളുടെ വീട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങളില്ലല്ലോ. പിന്നെ ഇന്ന് പപ്പ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, കാരണം അക്കരയ്ക്ക് കിടക്കണമല്ല. അപ്പോൾ റോറോ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു റോറോ തന്നെ ആകുമ്പോൾ വെയിറ്റ് ചെയ്ത് ഒത്തിരി നേരം നിന്നിട്ടാണ് അക്കരയ്ക്ക് കടന്നതും. പിന്നെ അവിടെ ചെന്ന് നമ്മുടെ അടുത്തിരുന്ന് അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോഴും ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇപ്പുറത്ത് കിടക്കാൻ സാധിച്ചത്. അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് പപ്പ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള ഒരു ഗ്യാപ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ ഫോട്ടോയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്